ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികളെ ഇന്ന് പ്രധാനമായും രണ്ട് ഗണത്തിൽ തിരിക്കാം. പഠിക്കുന്നവർ, പഠിക്കാത്തവർ. ഇന്ന് കുട്ടികൾക്കൊക്കെ ഭയങ്കര മാർക്കാണ്. ഇപ്പം SLC എക്സാമിനേഷൻ കഴിഞ്ഞു, റിസൾട്ട് വരും. മിക്ക കുട്ടികൾക്കും ഹൈ മാർക്കാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാലത്ത് ഒരു സ്കൂളിൽ ഒരു 200 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ റിസൾട്ട് വരുമ്പം 2-3 കുട്ടികൾക്ക് മാത്രമേ കാണത്തുള്ളായിരുന്നു. എന്ത് A+ഓ ഡിസ്റ്റിങ്ഷനൊന്നും ഇല്ല, ഫസ്റ്റ് ക്ലാസ്. ആ ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവൻ ആ നാട്ടിലെയും ആ സ്കൂളിലെയും വലിയ ഹീറോ അല്ലെ ഹീറോയിനായിരുന്നു. ഇന്ന വീട്ടിലെ ഇന്നയാടെ മോനെ അല്ലെ ഇന്നയാടെ മോക്കെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, നാട്ടിൽ വലിയ സംസാര വിഷയമായിരുന്നു. അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവൻ ഹീറോ ആയിരുന്നുവെങ്കിൽ ഇന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്നവൻ വെറും സീറോയാണ്. എനിക്ക് SLCക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലെ +2 ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് ആരും പറയാറില്ല. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇന്ന് ഭയങ്കര മാർക്കാണ്. ഇങ്ങനെ മാർക്ക് കിട്ടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ, കുട്ടികളും വിചാരിക്കും, ഞാൻ ഭയങ്കര മിടുക്കനാണ് അല്ലെ ഭയങ്കര മിടുക്കിയാണ്, എനിക്ക് എല്ലാത്തിനും 90-95% മാർക്കുണ്ട്, ഞാൻ ജീവിതത്തിൽ വലിയ സംഭവമായി മാറുമെന്ന്. ഇവരുടെ മാതാപിതാക്കളും ഈ ഉന്നത മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന മക്കളുടെ മാതാപിതാക്കളും തൻ്റെ മക്കളെപ്പറ്റി ഒത്തിരി സ്വപ്നങ്ങൾ മെനഞ്ഞു കൂട്ടും. എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോളാണ് ക്ലാസ്സിലെ ടോപ്പർ, സ്കൂളിലെ ടോപ്പർ, അവൻ അല്ലെങ്കിൽ അവൾ ജീവിതത്തിൽ വലിയ പുലികളായി മാറും എന്നൊക്കെ സ്വപ്നങ്ങൾ കണ്ടു കൂട്ടും. ഇങ്ങനെ സ്കൂൾ കോളേജ് തലങ്ങളിലെല്ലാം പഠിച്ച വിഷയങ്ങൾക്കെല്ലാം ഉന്നത മാർക്ക് വാങ്ങി പാസ്സായ പലരും ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ, ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അമ്പേ പരാജയപ്പെടുകയും, എന്നാൽ അധ്യാപകരാലും മാതാപിതാക്കളാലും എഴുതിത്തള്ളപ്പെട്ട പലരും ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ, ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അമ്പേ വിജയിക്കുകയും ചെയ്ത ഒരു പ്രതിഭാസം നമുക്ക് ചുറ്റിനും കാണാം. എന്താണ് ഇതിന് കാരണം? കാരണം മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ആരും ജീവിതത്തിൽ വിജയിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അത് പറയുണ്ടായി. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ആരും ജീവിതത്തിൽ വിജയിക്കത്തില്ല. വി മേ നോട്ട് ബി സക്സസ്ഫുൾ വിത്ത് എഡ്യൂക്കേഷൻ അലോൺ ഇൻ അവർ ലൈഫ്. ലൈഫ് ഈസ് എ മിക്സ്ചർ ഓഫ് മെനി ഫാക്ടേഴ്സ്. എഡ്യൂക്കേഷൻ ഈസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഒരു വ്യക്തിയുടെ ജീവിതം വിജയകരമാക്കി മാറ്റുന്നതിന് വേണ്ട അറിവിൻ്റെ വെറും 15% മാത്രമേ അക്കാഡമിക് എഡ്യൂക്കേഷൻ കൊണ്ട്, സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കുന്നുള്ളൂ. ബാക്കി 85% മറ്റ് തലത്തിൽ നിന്നുമാണ് ഒരു കുട്ടിക്ക് ലഭിക്കേണ്ടത്. ഇത് ബിനുകുടനാഥൻ്റെ അഭിപ്രായമല്ല കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലൊന്നായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി 150 രാജ്യങ്ങളിലായി നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ടാണിത്. പക്ഷെ നമ്മൾ മാതാപിതാക്കളും കലാലയങ്ങളും നമ്മുടെ കുട്ടികളെ ആ 15% മാത്രം ഒതുക്കിയിടുന്നു. ബാക്കി 85% നമ്മുടെ കുട്ടികളെ തിരിഞ്ഞു നോക്കാൻ പോലും സമ്മതിക്കത്തില്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് മാതാപിതാക്കൾ. അത് ഞാൻ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുകയുള്ളൂ. ബാക്കി എന്ത് കാര്യമുണ്ടെങ്കിലും പോയിരുന്ന് പഠിക്കടാ പഠനം മാത്രം. അതാണ് മാർക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ വിലയിരുത്തുന്നു. പക്ഷേ ഇവർ പലപ്പോഴും യഥാർത്ഥ ലൈഫിൽ പരാജയപ്പെട്ട് പോവുകയും ചെയ്യുന്നു എന്ന കാര്യം മനസ്സിലാക്കി ആ 85% എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അതിലേക്കൂടെ നമ്മുടെ കുട്ടികളെ കടത്തി വിട്ടുകൊണ്ട് നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി മാറ്റി എടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഡെഡ് ലേണിങ്സാണ്. യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തി അല്ലെ ബോർഡിനെ ബോധ്യപ്പെടുത്തി എങ്ങനെ കുറേ മാർക്ക് സ്കോർ ചെയ്യാം എന്ന ഒരൊറ്റ ലക്ഷ്യം ഫോക്കസ് ചെയ്തുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇന്നിവിടെ ഫോളോ ചെയ്യുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ ലീവിങ് ലേണിങ്സാണ്. പഠിച്ച വിഷയങ്ങൾ എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടികളെ ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കുന്നു അല്ലേ.
ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എത്ര വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. കെമിസ്ട്രി പഠിപ്പിക്കുന്നു, ഫിസിക്സ് പഠിക്കുന്നു, സുവോളജി പഠിക്കുന്നു, ബോട്ടണി പഠിപ്പിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു, സംസ്കൃതം പഠിക്കുന്നു, കൊമേഴ്സ് പഠിക്കുന്നു, അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നു, ജോഗ്രഫി പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം പഠിപ്പിക്കുന്നില്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പഠിപ്പിക്കുന്നില്ല. ആ വിഷയമാണ്, ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവിതം. ജീവിക്കാൻ പഠിപ്പിക്കുക. ഈ ലോകത്തെ എങ്ങനെ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. വിദേശ രാജ്യങ്ങളൊക്കെ ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ടാൽ നമ്മുടെ ഇവിടുത്തെ പോലെ നിരവധി വിഷയങ്ങളൊന്നുമല്ല അവിടെ പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണമാണ് അവിടെ കൊടുക്കുന്നത്. എങ്ങനെ നിയമം പാലിക്കണം, ശുചിത്വമുള്ളവരായിരിക്കണം, ട്രാഫിക് റൂൾസുകളൊക്കെ എങ്ങനെ പാലിക്കണം, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു കുട്ടിയെ സ്കൂളിൽ വിട്ടാൽ അവിടെ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിയമമുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നിയമം ലംഘിക്കുന്നതും ഇന്ത്യക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലെ നിയമത്തെപ്പറ്റി ജസ്റ്റിസ് കൃഷ്ണയ്യർ ഈയിടെ പറയുകയുണ്ടായി, ദ ലോസ് barks at all, but it bites only the powerless, poor, illiterated and ignorance. ഇന്ത്യയിലെ നിയമം എല്ലാവരുടെ നേരെയും കുരച്ചു കാണിക്കും, പക്ഷെ കടിക്കുന്നത് നിരക്ഷരരെയും നിരാലംബരെയും പാവപ്പെട്ടവരെയുമാണ് എന്ന്. ഏതാനും നാളുകൾക്ക് മുമ്പേ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു സംഭവം ഇവിടെ വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ന്യൂയോർക്ക്. നമുക്കെല്ലാവർക്കും അറിയാം. ന്യൂയോർക്കിൻ്റെ ക്യാപിറ്റലാണ് ആൽബനി. ന്യൂയോർക്കിലെ ഏറ്റവും വലിയ സിറ്റിയാണ് മൻഹാട്ടൻ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മൻഹാട്ടനിൽ നിന്നും ഏതാണ്ട് 200 മൈൽ ദൂരമുണ്ട്, അവിടെ കിലോമീറ്റർ അല്ല മൈലാണ്, ആൽബനിയിലേക്ക്. ഈ സായിപ്പന്മാരുടെ ഒരു പ്രത്യേകത, അവർ 5 ദിവസം ജോലി ചെയ്യും, 2 ദിവസം അടിച്ചു പൊളിക്കും. ഇതാണ് അവരുടെ രീതി. അല്ലാണ്ട് 4 തലമുറയ്ക്ക് സമ്പാദിക്കുന്ന പ്രകൃതിയൊന്നുമില്ല. നമ്മളിവിടെയാണ് അവനവന് ജീവിതമില്ല, 4 തലമുറയ്ക്ക് നമ്മൾ കുട്ടി ഉണ്ടാക്കും, അടുത്ത തലമുറ ഏതെങ്കിലും ഒരു തലമുറ അടിച്ചു പൊളിച്ച് മുഴുവൻ നശിപ്പിച്ചും കളയും. അവിടെ അതല്ല. അപ്പൻ്റെ സ്വത്തുക്കൾ മക്കൾ ആഗ്രഹിക്കാറില്ല, മക്കൾക്ക് വേണ്ടി അപ്പനും കൊള്ളൊന്നും സമ്പാദിച്ചു വെക്കാറില്ല. ഒരു 18 വയസ്സായി കഴിയുമ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കുവാൻ അവിടുത്തെ തലമുറയെ പ്രാപ്തരാക്കിയാണ് അവിടുത്തെ ഒരു കൾച്ചർ. ഈ മൻഹാട്ടിൽ നിന്നും 200 മൈലുള്ള ആൽബനിയിലാണ് ഗവർണറുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഒരു വീക്കെൻഡിൽ ഗവർണർ കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാറിൽ മൻഹാട്ടിലേക്ക് വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി, ആഘോഷിക്കാൻ വേണ്ടി പോരുകയാണ്. ഈ മൻഹാട്ടനും ആൽബനിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് വൈറ്റ് പ്ലെയിൻസ്. അവിടെ വന്നപ്പോൾ പോലീസ് സിഗ്നൽ കാണിച്ചു. പോലീസ് സിഗ്നൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സൈഡ് തീർത്തായി, അവിടെ റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡ് നിർത്തി സ്റ്റിയറിങ്ങിൽ കൈയും വെച്ചുകൊണ്ടിരിക്കണം, അതാണ് നിയമം. ഗവർണർ അത് ഒബേ ചെയ്തു. 2 പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത് ചെന്നപ്പോഴാണ് വണ്ടിയിലിരിക്കുന്ന ഗവർണർ ആണെന്ന് മനസ്സിലായത്. വേണ്ട ഉപചാരങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പറഞ്ഞു, സർ, ഇവിടെ 70 മൈലാണ് സ്പീഡ് ലിമിറ്റ്. അങ്ങ് 80 മൈൽ സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. അത് കാരണം $200 ടിക്കറ്റ് നമ്മുടെ ഇവിടുത്തെ ടിക്കറ്റ് അടയ്ക്കണം എന്ന് പറഞ്ഞു. ഗവർണർ $200 കൊടുത്തു. അതിനുള്ള രസീത് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഈ ന്യൂയോർക്ക് സംസ്ഥാനത്തിൻ്റെ പോലീസ് ചീഫ് ഈ 2 ഉദ്യോഗസ്ഥരെയും തൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിച്ചു. എന്നിട്ട് ഓരോരുത്തർക്കും 2 കവറുകൾ കൊടുത്തു. എന്തായിരിക്കും നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഗവർണർ പോകട്ടെ, അവിടുത്തെ ഗവർണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി പ്ലസ് ഗവർണർ, അത്രയും പദവിയാണ് അവിടുത്തെ ഒരു ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഗവർണർ പോട്ടെ, ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റിനോടാണ് പോലീസ് ഇത് ചെയ്തെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ എന്താണെന്നത് ഞാൻ പറയാതെ നമുക്കറിയാം. പക്ഷേ അവിടെ കൊടുത്ത കവറിൻ്റെ അകത്തെ ആ 2 കവറിൽ ഒന്ന്
ഇവർ ചെയ്ത ആ പ്രവൃത്തിയെ അനുമോദിച്ചുകൊണ്ടുള്ള ഇവരെ ഒക്കെയുള്ള ഗവർണറെ അനുമോദനക്കത്തും, രണ്ടാമത്തേതിനകത്ത് ഇവർക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടുള്ള ഓർഡറുമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. അതിന് തീർച്ചയായിട്ടും നിയമം എങ്ങനെയൊക്കെ ഓരോ രാജ്യക്കാരും ഒബേ ചെയ്യുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. നമ്മൾ മലയാളികൾക്ക് അറിയത്തില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണി മാനേജ്മെൻറ്റ്. എങ്ങനെ പണം കൈകാര്യം ചെയ്യണം എന്ന് അറിയത്തില്ല. തന്മൂലമാണ് പല കുടുംബങ്ങളിലും അനിശ്ചിതത്വം പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത്, പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേരൻസ് വെറും ATMകളാണ്. ചോദിക്കുമ്പോൾ പണം കൊടുക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമായി പല കുട്ടികളും മാതാപിതാക്കളെ ഇന്ന് കാണുകയാണ്. പണ്ടൊക്കെ പേരൻസിനെ പേടിച്ച് കുട്ടികൾ ജീവിച്ചു. ഇന്നോ കുട്ടികളെ പേടിച്ച് പേരൻസ് ജീവിക്കുന്ന അവസ്ഥയാണ്. പണ്ടൊക്കെ ഓരോ വീട്ടിലും നെല്ലിക്കാച്ച കഴിച്ചു വിട്ട പോലെ 10, 12, 14, 15 ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ത്യാഗം സഹിച്ചും ഒത്തിരി കഷ്ടപ്പെട്ടും ഒക്കെയാണ് അന്ന് വളർന്നത്. അന്ന് ഒരു മുട്ടായി കിട്ടിയാൽ 10 പേരുണ്ടെങ്കിൽ ആ 10 ആ മുട്ടായി ഡിവൈഡ് ചെയ്യുമായിരുന്നു. ഇന്ന് അണുകുടുംബം 1, 2 ഉള്ളൂ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആത്മഹത്യാ ഭീഷണി, ഒളിച്ചോട്ടം. ഇത് കാരണം മാതാപിതാക്കൾ ഇങ്ങനെ കണ്ണിലെ കൃഷ്ണമുള്ളി പോലെ പൊത്തിപ്പൊതിഞ്ഞ് വളർത്തിക്കൊണ്ട് വരുന്ന അവരുടെ ഏത് ആവശ്യവും സാധിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇന്ന് പല മാതാപിതാക്കളും എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ വരുമാനം എത്രയാണ്, നമ്മുടെ ചിലവ് എന്തൊക്കെ, അതുപോലെ ലോങ് ടൈം നമുക്ക് അടുത്ത 5 വർഷം കഴിയുമ്പം 10 വർഷം കഴിയുമ്പം എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് എന്നും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം. പക്ഷെ പലപ്പോഴും മലയാളികൾ അയൽവാസികളെ നോക്കിക്കൊണ്ടിരിക്കും. അയൽവാസി എന്ത് ചെയ്യുന്നു അതിന്മേൽ ഞാൻ ചെയ്യുക, അതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും മാറ്റണം. അയൽവാസി 50 ഇഞ്ചിൻ്റെ TV വാങ്ങിച്ചാൽ 60 ഇഞ്ചിൻ്റെ TV വാങ്ങിക്കാതെ എനിക്ക് ഉറക്കം വരികയില്ല. അല്ലെ അയൽവാസി വീട് പുതിയത് പണിതു, സാമാന്യം ജീവിക്കാൻ പറ്റിയ വീട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ അയൽവാസിയെക്കാട്ടിലും ഗംഭീരമായ വീട് നിർമ്മിക്കണം എന്ന് നമ്മുടെ ആ ഒരു ഈഗോ കാരണം പൈസ ഇല്ലാഞ്ഞിട്ടും ബാങ്കിൽ പോയി ലോൺ എടുത്ത് അതിലും വലിയ വീട് പണിത് വലിയ മിടുക്കം കളിച്ച് നിൽക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കൊച്ചിന് ഉപരിപഠനത്തിന് പോകേണ്ട ഒരു ആവശ്യം വരുന്നത്, പൈസയ്ക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോൾ തന്നെ ബാങ്കുകാർ പറയും, അന്ന് നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തു, അത് പ്രോംപ്റ്റായിട്ട് അടച്ചില്ല, അത് കാരണം എഡ്യൂക്കേഷൻ ലോൺ തരുവാൻ സാധിക്കത്തില്ല, കുട്ടിയുടെ പഠനം മുടങ്ങി. അന്നേരം തീർച്ചയായിട്ടും നമ്മുടെ നീഡ് എന്തായിരുന്നു? അയൽവാസിയെ തോപ്പിക്കാൻ വേണ്ടി വീട് പണിയുകയോ ആയിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കൊച്ചു വളർന്നു വരുന്നുണ്ട്, അതിന് ഇന്ന ആവശ്യമുണ്ടായേക്കാം, അതിന് വേണ്ടി കരുതൽ ധനം സ്വരൂപിക്കുകയായിരുന്നോ വേണ്ടത് എന്ന് ചിന്തിച്ച് ആ രീതിയിലുള്ള പ്ലാനിങ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. ഓരോ രൂപ ചിലവാക്കുമ്പോഴും നമ്മൾ 3 കാര്യം ചിന്തിക്കണം. ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, ലോകം വളരുകയാണ്, നമ്മുടെ രാജ്യം വളരുകയാണ്. അടുത്ത ഒരു 5 വർഷം കഴിയുമ്പം ഒരു ശരാശരി കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപ വേണ്ടി വരും. അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരുപക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ലായിരിക്കും. ഒരു മാസം ജീവിക്കാൻ 1 ലക്ഷം രൂപയോ? ഞാൻ അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 1940 10 രൂപ ഉണ്ടായിരുന്നാൽ ഒരു കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാമായിരുന്നു ഒരു മാസം. 1960 അത് 100 രൂപ ആയി. 80 ആയപ്പോഴത്തേക്ക് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ ഒരു മാസം ഒരു ശരാശരി കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാമായിരുന്നു. 2000 ആയപ്പോഴത്തേന് അതൊരു 10,000 രൂപയായി. ഇപ്പം 2023-24 കാലഘട്ടത്തിലേക്ക് വന്നു. ഇപ്പം ഒരു ശരാശരി ഒരു 2 കുട്ടികൾ പഠിക്കുകയും നമുക്കൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനെ ഒരു ശരാശരി കുടുംബത്തിന് ഒരു 10-30,000 രൂപ 40,000 രൂപ ഇന്ന് 2 അറ്റം കൂട്ടിമുട്ടാൻ പറ്റുമോ? ഇല്ല.
അതാണ് അവസ്ഥ. അതിലൊരു അടുത്തൊരു 5 വർഷങ്ങൾ കഴിയുമ്പോഴത്തേന് 1 മാസം ജീവിക്കുവാൻ ഏതാണ്ട് 1,00,000 രൂപയോളം വേണ്ടി വരും എന്ന് മനസ്സിലാക്കി ഓരോ രൂപയും വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ല എങ്കിൽ കുടുംബത്തിൻ്റെ താളപ്പിഴകൾ സംഭവിക്കും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ട ശരിയായ പ്ലാനിങ്ങൾ തയ്യാറാക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രശസ്തനായ ക്യാൻസർ രോഗ വിദഗ്ധൻ എന്നോട് പറയുണ്ടായി, ബിനു, 5 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഓരോ വീട്ടിലും ഓരോ ക്യാൻസർ പേഷ്യൻ്റ് കാണും, അല്ലെങ്കിൽ 5 മലയാളികളിൽ ഒരാൾ ക്യാൻസർ രോഗിയായി മാറുമെന്ന്. തീർന്നില്ലേ? നമ്മൾ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരങ്ങളിലെല്ലാം തകർന്ന് തരിപ്പണമാകുവാൻ നമ്മുടെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നാൽ പോരെ? ഈ അടുത്ത കാലത്ത് ഡോക്ടർ ഗംഗാധരൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേൾക്കുകയുണ്ടായി. അദ്ദേഹം മറ്റൊരു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മറ്റൊരു ക്യാൻസർ രോഗ വിദഗ്ധനാണല്ലോ. അതിനകത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നത്തെ തലമുറ, അതായത് ഇന്നത്തെ കുട്ടികൾ അവർ ഈ മോഡേൺ ഫുഡിൻ്റെ പുറകെയുള്ള പോക്കാണ് ഈ രോഗം ഇതുപോലെ പടരുവാൻ കാരണം എന്ന്. ഇന്നത്തെ കുട്ടികൾക്ക് അമ്മമാർ വീട്ടിൽ എത്ര സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചാലും അവർക്കതൊന്നും പിടിക്കത്തില്ല. അവർക്ക് ഈ ബേക്കറിയിൽ പോയി ഈ മോഡേൺ ഫുഡുകൾ കഴിച്ചാൽ മാത്രമേ അവർക്ക് തൃപ്തിയാകത്തുള്ളൂ. പക്ഷേ അവരൊന്ന് കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും ഈ മോഡേൺ ഫുഡിൻ്റെ പുറകെ നമ്മൾ പോകുമ്പം ഇതുപോലുള്ള രോഗങ്ങളുടെ വിത്തുകൾ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് നമ്മൾ വിതച്ചു കൊടുക്കുകയാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. അവരെ അതിന് ബോധവൽക്കരിക്കണം. അദ്ദേഹം എന്നിട്ട് പറഞ്ഞത് ഇതായിരുന്നു, 2ാം ലോകമഹായുദ്ധത്തെപ്പറ്റി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമയായി എങ്ങനെ ജീവിക്കാം എന്ന് നമ്മളെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കലാണ് ഏറ്റവും അത്യാവശ്യം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എത്ര ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈർഘ്യം എവിടം തൊട്ട് എവിടം വരെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഭൂമിയുടെ സൗത്തിൽ നിന്നും നോർത്തിലേക്കോ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കോ ഒന്നുമല്ല. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള മനസ്സിൻ്റെ അകലമാണ് ഇന്ന് ഏറ്റവും ദൈർഘ്യമേറിയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് പലപ്പോഴും പല കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഇതാണ്. തീർച്ചയായിട്ടും അത് ഓരോ കുടുംബത്തിൻ്റെ തകർച്ചയിലേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് മനസ്സിലാക്കി മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് നിർത്തുവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കണം. അതിന് തീർച്ചയായിട്ടും മനസ്സ് തുറന്ന ചർച്ചകളാണ് ഓരോ കുടുംബത്തിലും ഉണ്ടാകേണ്ടത്. ഇന്ന് അങ്ങനെയുള്ള ചർച്ചകളില്ല, സംസാരങ്ങളില്ല. ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ജീവിക്കുകയാണ് ഇന്ന്. തീർച്ചയായിട്ടും ഞാൻ പറയും, വൈകുന്നേരം നിങ്ങളുടെ ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിനൊക്കെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടെ ഒരു ദിവസം ഒരു 10-20 മിനിറ്റ് എങ്കിലും ഈ മൊബൈലും എല്ലാം മാറ്റി വെച്ചിട്ട്, ആ ലോകത്തൊന്ന് മാറ്റി വെച്ചിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ആ വീട്ടിലെ കാര്യങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ, ഒരു കൊച്ചാണല്ലേ, അവൻ 10-ലല്ലേ +2 അല്ലേ ആയുള്ളൂ, അവനെന്നാ അറിയാം, അവക്കെന്നാ അറിയാം എന്ന് ചിന്തിച്ച് അവരോട് ഷെയർ ചെയ്യുകയല്ലേ വേണ്ടത്. നമ്മളെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ പറയാനും ചെയ്യുവാനും ഒക്കെ പ്രാപ്തരാണ് ഇന്നത്തെ കുട്ടികൾ എന്ന് മനസ്സിലാക്കി നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എല്ലാം അവരെ ചർച്ച ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വം കൂടും. അവർക്ക് തന്നെ ഒരു അഭിമാനം തോന്നും. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അഭിപ്രായം തേടുന്നു, അതിന് വില കൊടുക്കുന്നു എന്ന് വെക്കുമ്പോൾ അത് നടപ്പിലാക്കുവാൻ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ താല്പര്യമെടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്കായിരിക്കും. അങ്ങനെ അതുകൂടാതെ തന്നെ അവരെ കാര്യപ്രാപ്തി ഉള്ളവരെ ഒരു സമൂഹമാക്കി, തലമുറയാക്കി വളർത്തിക്കൊണ്ട് വരുവാൻ ഇതുപോലുള്ള പ്രവൃത്തികൾ കൊണ്ട് സാധിച്ച് നമ്മുടെ കുട്ടികളെ നെഞ്ചത്തോട് ചേർത്ത് നമ്മളിലേക്ക് അടുപ്പിക്കുവാൻ, പരമാവധി അടുപ്പിച്ച് ചേർത്ത് നിർത്തുവാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ ശിഥിലമാകും എന്ന കാര്യം മറക്കാതിരിക്കുക. ഗുഡ് ഡേയ്സ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയമായി അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും ഈ സമയത്ത് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.